ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിലൊരു ചെറിയ ടോപ്പിക്കാണ്. വാക്യശുദ്ധി. നമ്മൾ സെന്റൻസസ് എഴുതുമ്പോൾ അതിൽ വരുത്തുന്ന മിസ്റ്റേക്കുകളാണ് വാക്യശുദ്ധി എന്നുള്ള സെക്ഷനിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഭാഷ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രയോഗിക്കുമ്പോൾ പല തെറ്റുകളും വരാറുണ്ട്. ഇത് വാക്യത്തിന്റെ അർത്ഥത്തെ അതുപോലെ തന്നെ ആശയത്തെയും ഒരുപോലെ ബാധിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ സാധാരണ കണ്ടുവരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഇവിടെ പേരുകളായിട്ട് തന്നിരിക്കുന്നത്. പേരുകളൊന്ന് വായിച്ചു നോക്കാം. പൗനരുക്യം, പൗനരുക്യം, പ്രക്രമഭംഗം, പിന്നെ സമുച്ചയ വികല്പദോഷങ്ങൾ, പദദോഷം. ഇത്രയും സാധനങ്ങളാണ് സാധാരണഗതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന മിസ്റ്റേക്കുകൾ. ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം കേട്ടോ. പൗനരുക്ത്യം അല്ലെങ്കിൽ പുനരുക്തി. നമ്മൾ ഭാഷ പ്രയോഗിക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണിത്. പൗനരുക്ത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? വീണ്ടും പറയുക എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മതി, നമുക്ക് മനസ്സിലാവും. രണ്ടാമത് ഒരേ പദമോ ഒരേ ആശയമോ വാക്യത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് പൗനരുക്ത്യം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ദോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശബ്ദത്തിലും അർത്ഥത്തിലും ഒരുപോലെ നമുക്ക് ഇതുപോലെയുള്ള പൗനരുക്ത്യങ്ങൾ കാണാൻ പറ്റും. ഇനി എന്താണ് ശബ്ദ പൗനരുക്ത്യം? സമാന അർത്ഥമുള്ള വാക്ക് ആവർത്തിക്കുന്നതിനെയാണ് ശബ്ദ പൗനരുക്ത്യം എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം നമുക്ക്. അവിടെ ഏകദേശം 1000-ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവിടെ ഏകദേശം എന്ന് പറഞ്ഞ ഒരു ആവറേജ് കണക്കാണ്. നമ്മൾ പക്ക എണ്ണല്ല പറയണേ. 1000-ഓളം സ്ത്രീകൾ. 1000-ഓളം എന്ന് പറയുന്നത് 1000 ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പില്ല. 1000 കുറവും ആകാം, കൂടുതലും ആകാം. ഏകദേശം എന്ന് പറഞ്ഞാലും ആ സെയിം മീനിങ് അല്ലേ. രണ്ട് സെയിം മീനിങ് ഉള്ള വാക്കുകൾ അടുപ്പിച്ചടുപ്പിച്ച് വന്നേക്കാണ്. ഒന്നുകിൽ അവിടെ ഏകദേശം 1000 സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, അവിടെ 1000-ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഇതിലേതെങ്കിലും ഒരു രീതിയിൽ ഫോളോ ചെയ്യാവും. ഏകദേശം എന്ന് പറയുന്നത് ഒരു കണക്കില്ലാത്തൊരു കണക്കാണ് അല്ലെ. 1000-ഓളം എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് കണക്കല്ല. അപ്പൊ അങ്ങനെയുള്ള സമാന അർത്ഥങ്ങളുള്ള രണ്ടെണ്ണം ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ അതെന്താണ്? സെന്റൻസിലെ മിസ്റ്റേക്ക് ആയിട്ടാണ് കണക്കാക്കുക. അപ്പൊ ഇവിടെ മിസ്റ്റേക്കിന് നേരെ ഇൻറ്റു ഇട്ടിട്ടുണ്ട്, ശരിയായതിന് നേരെ ടിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. എല്ലാ തിങ്കളാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക എന്റെ പതിവായിരുന്നു. എല്ലാ തിങ്കളാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക എന്റെ പതിവായിരുന്നു. എല്ലാ തിങ്കളാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ തിങ്കളാഴ്ച പോലും നമ്മൾ വിടുന്നില്ല. തിങ്കളാഴ്ച തോറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചയും എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ എല്ലാ തിങ്കളാഴ്ച തോറും എന്ന് പറയുമ്പോൾ അണ്ടർലൈൻ ചെയ്ത രണ്ട് വാക്കുകളും സിമിലർ മീനിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സെന്റൻസ് എന്തായി മാറി? ഒരു മിസ്റ്റേക്ക് ആയിട്ട് മാറി. നമുക്ക് ഇതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം? എങ്ങനെ എഴുതാം? തിങ്കളാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക എന്റെ പതിവായിരുന്നു. തിങ്കളാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക എന്റെ പതിവായിരുന്നു. അല്ലെങ്കിൽ ഇതിനെ ഒന്നുകൂടി മാറ്റി എഴുതാൻ വേണമെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയിലും വ്രതം അനുഷ്ഠിക്കുക എന്റെ പതിവായിരുന്നു. അങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്ത് എഴുതാം. പക്ഷെ എല്ലാം എന്നുള്ളതും തോറും എന്നുള്ളതും ഒന്നിച്ചു വെക്കരുതെന്ന് മാത്രം. പറഞ്ഞത് ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ ആശയം ക്ലിയർ ആണോ? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത എക്സാമ്പിളിലേക്ക് കടന്നാലോ? ഒട്ടേറെ ആളുകൾ നിത്യവും രാവിലെ പതിവായി നടക്കാറുണ്ട്. ഒട്ടേറെ ആളുകൾ രാവിലെ നിത്യവും പതിവായി നടക്കാറുണ്ട്. നോക്കി, നിത്യവും എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്നാണ്. പതിവായി എന്ന് പറഞ്ഞാൽ അതും എല്ലാ ദിവസവും എന്നാണ്. ഇപ്പൊ എല്ലാ ദിവസവും ഒന്നിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, ഒട്ടേറെ ആളുകൾ നിത്യവും രാവിലെ നടക്കാറുണ്ട്, അല്ലെങ്കിൽ ഒട്ടേറെ ആളുകൾ രാവിലെ പതിവായി നടക്കാറുണ്ട്. ഇതിലേത് എഴുതിയാലും ശരിയാണ്. പറഞ്ഞ ആശയം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരെണ്ണം കൂടി നോക്കൂ. ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.
നമ്മൾ ഹാർദവമായി എന്നല്ല കേട്ടോ, കറക്റ്റ് വാക്ക് ഹാർദമായി എന്നാണ്. ഹാർദമായി. ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഫുൾ ആണ്. ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം മീനിങ് ആണ്. ഹൃദയത്തിന്റെ ഭാഷ അല്ലെങ്കിൽ ഹൃദയം, ഹാർദം രണ്ടും ഒരേ മീനിങ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരെണ്ണം ഫിക്സ് ആക്കി വെക്കുക. ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാം. ഇതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. രണ്ടും കൂടി ഒന്നിച്ച് എഴുതുമ്പോൾ ആ സെന്റൻസ് മിസ്റ്റേക്ക് ആയിട്ട് മാറുന്നു. അടുത്ത നോക്കൂ, പരമാവധി 8000 രൂപ വരെ ശമ്പളം കിട്ടിയേക്കും. പരമാവധി 8000 രൂപ വരെ ശമ്പളം കിട്ടിയേക്കും. ഈ പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ആവറേജ് കണക്കാ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പില്ല, മാക്സിമം അത്ര കിട്ടുള്ളൂ. രൂപ വരെ എന്ന് പറയുമ്പോൾ 8000 രൂപ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ, അത്രേ കിട്ടുള്ളൂ, അതിന് മുകളിലേക്ക് കിട്ടില്ല. അപ്പൊ പരമാവധി എന്ന് പറഞ്ഞാലും ഈ വരെ എന്നുള്ള പ്രയോഗവും രണ്ടും ഒരേ അർത്ഥമാണ്. അപ്പൊ അതുകൊണ്ട് ആ സെന്റൻസ് എന്തായി, ഒരു മിസ്റ്റേക്ക് ആയിട്ട് മാറി. നമുക്ക് അതിനെ എങ്ങനെ തിരുത്താൻ പറ്റും? പരമാവധി 8000 രൂപ ശമ്പളം കിട്ടിയേക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് ആക്കാം, അല്ലെ? ശമ്പളം കിട്ടിയേക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റാം? 8000 രൂപ വരെ ശമ്പളം കിട്ടിയേക്കും എന്ന് വേണമെങ്കിലും ആക്കിയാൽ മതിയില്ല. പരമാവധി 8000 രൂപ ശമ്പളം കിട്ടിയേക്കും, 8000 രൂപ വരെ ശമ്പളം കിട്ടിയേക്കും. അങ്ങനെ എഴുതിയാലും ഉത്തരം കറക്റ്റ് ആണ്. അപ്പൊ സിമിലർ ആയിട്ട് മീനിങ് ഉള്ള അല്ലെങ്കിൽ ഒരേ അർത്ഥം വരുന്ന രണ്ട് വാക്കുകൾ അടുപ്പിച്ചടുപ്പിച്ച് ഒരേ സെന്റൻസിൽ ഉപയോഗിക്കുന്ന തെറ്റിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചത്? ശബ്ദ പൗനരുക്ത്യം എന്ന് വിളിച്ചത്. ഇതുപോലെ തന്നെ മറ്റൊരു പൗനരുക്തി ഇവിടെ തന്നിട്ടുണ്ട്, അർത്ഥ പൗനരുക്ത്യം. ഒരിക്കൽ എടുത്തു പറഞ്ഞതോ പറയാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിദ്ധിക്കുന്നതോ ആയ കാര്യം എടുത്തു പറയുന്നതിനെയാണ് അർത്ഥ പൗനരുക്ത്യം എന്ന് പറയുന്ന മിസ്റ്റേക്ക്. എക്സാമ്പിൾ നോക്കൂ, മുഖ്യമന്ത്രി തന്റെ ഭാര്യയോടൊപ്പം എത്തിച്ചേർന്നു. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സെന്റൻസിലിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്റെ ഭാര്യയോടൊപ്പം എത്തിച്ചേർന്നു. തന്നിരിക്കുന്ന സെന്റൻസ് ഇതാണ്. ഇതിന് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം? ഇവിടെ തന്റെ എന്നുള്ളത് എടുത്തു കളഞ്ഞാൽ മതി. മുഖ്യമന്ത്രി ഭാര്യയോടൊപ്പം എത്തിച്ചേർന്നു. മുഖ്യമന്ത്രി വേറെ ആരുടെയും ഭാര്യ കൂടെ അല്ല വന്നത്, ആളുടെ സ്വന്തം ഭാര്യയുടെ കൂടെ വന്നത്. അത് ആദ്യത്തെ സെന്റൻസിൽ നിന്ന് തന്നെ, സോറി രണ്ടാമത്തെ സെന്റൻസിൽ നിന്ന് തന്നെ ക്ലിയർ അല്ലേ? പിന്നെ സെപ്പറേറ്റ് തന്റെ ഭാര്യയാന്ന് എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോ ഒരിക്കൽ പറഞ്ഞതോ പറയാതെ മനസ്സിലാക്കാൻ കഴിയുന്നതുമോ ആയ കാര്യങ്ങൾ എടുത്തു പറയുന്നത് എന്തിൽ ഉൾപ്പെടും? അർത്ഥ പൗനരുക്ത്യത്തിൽ ഉൾപ്പെടും. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? മുതൽ എന്നുള്ളത് എന്ത് ചെയ്തെടുക്കാം? റിമൂവ് ചെയ്യാൻ തോന്നുന്നു അല്ലെ? ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ, അതിന് പകരം ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ എന്ന് പറഞ്ഞാൽ അർത്ഥം കറക്റ്റ് അല്ലേ? ഇന്നലെ തുടങ്ങിയതാണ്, ഇതുവരെ നിന്നിട്ടില്ല അല്ലെ? അപ്പൊ അവിടെ മുതലിന് ആവശ്യമില്ല. നമുക്ക് അതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. പറഞ്ഞ ആശയം ക്ലിയർ ആണോ? ഇനി ഇവിടെ തന്നിരിക്കുന്ന മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. കേരളത്തിലെ ജനങ്ങളുടെ ഭാവിയെ പറ്റി ഓർത്ത് ദുഃഖിക്കുകയാണ് നമ്മൾ. കേരളത്തിലെ ജനങ്ങളുടെ ഭാവിയെ പറ്റി ഓർത്ത് ദുഃഖിക്കുകയാണ് നമ്മൾ. ഭാവിയെ ഓർത്ത് ദുഃഖിക്കുകയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ തന്നെ മീനിങ് ഫുൾ അല്ലേ? അവിടെ പറ്റി എന്നൊരു വാക്കിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം? ഇവിടെ പറ്റി എന്ന് വന്നിരിക്കുന്ന ഈ ഒരു പ്രയോഗം നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. എന്നിട്ട് എന്ത് മാത്രം എടുക്കാം? ഭാവി മാത്രമായിട്ട് എടുക്കാം. പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പൊ ഇത്തരത്തിൽ ഒരേ അർത്ഥം വരുന്ന രണ്ട് പദങ്ങള് എന്ത് റിപ്പീറ്റ് ചെയ്ത് വരേണ്ട ആവശ്യമില്ല. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. എന്റെ ഭാര്യയ്ക്ക് എന്റെ ഭാര്യയ്ക്ക് എന്തിഷ്ടമാണെന്നോ, ഇതാണ്
തന്നിരിക്കുന്ന സെന്റൻസ് എന്നെ എൻ്റെ ഭാര്യയ്ക്ക് എന്ത് ഇഷ്ടമാണെന്നോ. പിന്നെ വല്ലവന്റെ ഭാര്യയ്ക്ക് ഇഷ്ടാവോ? നിങ്ങൾ ഇന്ന് കോമൺ സെൻസ് വെച്ച് ആലോചിക്കുക. അപ്പൊ എന്നെ ഭാര്യയ്ക്ക് എന്ത് ഇഷ്ടമാണെന്നോ എന്ന് പറഞ്ഞാൽ തന്നെ മീനിങ് ഫുൾ അല്ലേ? അല്ലേ? അപ്പൊ അതുകൊണ്ട് അവിടെ എൻ്റെ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് കളയണം. അപ്പൊ നമുക്ക് അതിന്റെ കറക്റ്റ് വേർഡ് എങ്ങനെ, കറക്റ്റ് സെന്റൻസ് എങ്ങനെ വരാം? എന്നെ ഭാര്യയ്ക്ക് എന്ത് ഇഷ്ടമെന്നോ അത്രയും ചോദിച്ചാൽ മതി, മീനിങ് ഫുൾ ആണ്. ഇനി അടുത്ത് നോക്കൂ. അവൾക്ക് 40 വയസ്സ് കഴിഞ്ഞിരുന്നു അവൾ മരിക്കുമ്പോൾ. അവൾക്ക് 40 വയസ്സ് കഴിഞ്ഞിരുന്നു അവൾ മരിക്കുമ്പോൾ. അവൾ മരിക്കുമ്പോൾ അവൾക്ക് 40 വയസ്സായിരുന്നു. അതാണ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. 2 തവണ അവൾ അവൾ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? 2 തവണ അവൾ അവൾ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അവൾക്ക് 40 വയസ്സ് കഴിഞ്ഞിരുന്നു മരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ മീനിങ് ഫുൾ അല്ലേ? 2 തവണ അവൾ എന്നുള്ളത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാതെ ഒഴിവാക്കാൻ പറ്റും. ഇനി ചില സമാന അർത്ഥമുള്ള പദങ്ങളുണ്ട്. അറിയാനുള്ള ആകാംക്ഷയെ നമ്മൾ പറയുന്ന പേരാണ് ജിജ്ഞാസ, അല്ലെ? അറിയാനുള്ള ആകാംക്ഷയെ നമ്മൾ പറയുന്ന പേരാണ് ജിജ്ഞാസ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും സെൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കി. അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് അവൾ ഇവിടെ വന്നത്. അറിയാനുള്ള ആഗ്രഹത്തിനാണ് ജിജ്ഞാസ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഫ്രണ്ടിൽ അറിയാനുള്ള എന്ന് എഴുതുന്ന കാര്യമുണ്ടോ? ഇല്ല. പകരം നമുക്ക് എന്ത് ചെയ്യാൻ മതി? ജിജ്ഞാസ കൊണ്ടാണ് അവൾ ഇവിടെ വന്നത് എന്ന് ഒറ്റയടിക്ക് പറഞ്ഞാൽ മതി. പറഞ്ഞത് ക്ലിയർ ആണോ? ഇതുവരെയുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കി. നമ്മൾ 2 ആശയങ്ങളാണ് പറഞ്ഞത്. ഒന്ന് അർത്ഥ പൗനരുക്ത്യം പറഞ്ഞു, ശബ്ദ പൗനരുക്ത്യം പറഞ്ഞു. ഇത് രണ്ടും ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഈ 2 എണ്ണം ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. വായിച്ചു കഴിഞ്ഞോ? നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടന്നാലോ? ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും പോർഷൻ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഇംഗ്ലീഷ് പോർഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. മെൽവി കേട്ടല്ലോ അല്ലെ? ഞാൻ ചാറ്റിപ്പോഴാണ് കണ്ടത്. നമ്മളത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും. മലയാളം കൂടി നമുക്ക് സൈഡ് പിടിച്ച് തുടങ്ങണം, ഇല്ലെങ്കിൽ നമ്മൾ പോർഷൻ നീങ്ങില്ല. അതുകൊണ്ടാണ്. ഇതുവരെ പറഞ്ഞ പോർഷൻസിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ചാറ്റ് ബോക്സ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിപ്ലൈ തരാനുണ്ടെങ്കിൽ തരാനാണ് കേട്ടോ. ക്ലിയർ ആണ്? അടുത്തേക്ക് കിടക്കാം. അടുത്ത് നമുക്ക് പറയാനുള്ളത് പ്രക്രമബന്ധം. ഇത് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. നമുക്ക് ഒറ്റയടിക്ക് കാണുമ്പോൾ തന്നെ മിസ്റ്റേക്ക് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നൊരു സെക്ഷനാണിത്. നോക്കാം. ഒരു വാക്യത്തിലെ കർത്താവ്, കർമ്മം, ക്രിയ എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, വെർബ്, ഓക്കെ, ഇത്തരം സാധനങ്ങൾ പദക്രമത്തെ
തെറ്റിക്കുന്നതാണ് പ്രക്രമഭംഗം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഓർഡർ ഉണ്ടല്ലോ, കർത്താവ്, കർമ്മം, ക്രിയ. ആ ക്രമത്തിനെ തെറ്റിച്ച്, ഇപ്പൊ കർത്താവിനെ എടുത്ത് അവസാനം ഇടുക, കർമ്മത്തിനെ എടുത്ത് ആദ്യം ഇടുക, ഇത്തരത്തിലുള്ള മിസ്റ്റേക്കിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? പ്രക്രമഭംഗം എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നോക്കൂ. മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ തളിരിട്ടു. മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ തളിരിട്ടു. അപ്പൊ മഴ പെയ്തപ്പോഴാണ്, മഴ പെയ്തത് കൊണ്ട് കരിഞ്ഞു നിൽക്കണ സസ്യങ്ങളാണ്. ഓക്കെ, ആ ഒരു മീനിങ്ങിലേക്ക് അത് മാറിയില്ല. നമ്മൾ ഉദ്ദേശിച്ചത് എന്താ? കരിഞ്ഞു നിന്ന സസ്യങ്ങള് മഴയത്ത് തളിരിട്ടു, ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ എന്ന് പറഞ്ഞു. മഴ പെയ്തപ്പോ കരിഞ്ഞു പോയ സസ്യങ്ങള് തളിരിട്ടു, അർത്ഥമേ മാറിപ്പോയില്ലേ? അടുത്ത സെന്റൻസ് നോക്കൂ. വൃത്തികെട്ട സുരേഷിന്റെ കൈപ്പട വായിക്കാൻ പ്രയാസമാണ്. സുരേഷ് ഒരു വൃത്തികെട്ടവനാണ്, അവന്റെ കൈപ്പട വായിക്കാൻ പ്രയാസമാണ്. അതല്ലേ ഇത് വായിക്കാൻ മനസ്സിലാവണേ? പക്ഷെ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? സുരേഷിന്റെ വൃത്തികെട്ട കൈപ്പട വായിക്കാൻ പ്രയാസമാണ്. പറഞ്ഞത് എന്ത്, എഴുതിയത് എന്ത്? വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കും. ഇത്തരത്തിൽ തന്നിരിക്കുന്ന സെന്റൻസിലെ ചില പദങ്ങള്, അതായത് ഇപ്പൊ കർത്താവ്, കർമ്മം, ക്രിയ, അതിന്റെ ഓർഡർ വ്യത്യാസം വരുമ്പോൾ ഉണ്ടാവുന്ന വലിയൊരു മിസ്റ്റേക്കാണ് ഇപ്പൊ പറഞ്ഞത്. ഒരു എക്സാമ്പിളോട് പറയാം, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ തീവ്രത മനസ്സിലാവും. വളഞ്ഞ കാലുള്ള കുറുപ്പിന്റെ കുട കാണാനില്ല. കുറുപ്പിന്റെ കാലാണ് വളഞ്ഞിരിക്കുന്നത്. വളഞ്ഞ കാലുള്ള കുറുപ്പ്, അയാളുടെ കുട കാണാനില്ല. ശരിക്കും ഉദ്ദേശിച്ചത് എന്താ? കുറുപ്പിന്റെ വളഞ്ഞ കാലുള്ള കുട കാണാനില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ കുടയുടെ കാലാണ് വളഞ്ഞിരിക്കുന്നത്, കുറുപ്പിന്റെ കാലല്ല വളഞ്ഞിരിക്കുന്നത്. പറഞ്ഞത് ക്ലിയർ ആണോ? ആ മിസ്റ്റേക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? പ്രക്രമഭംഗം എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്രമത്തിൽ വന്ന മിസ്റ്റേക്കാണ് ഇതിന് കാരണം. കുറുപ്പിന്റെ വളഞ്ഞ കാലുള്ള കുട കാണുന്നില്ല എന്ന് പറയുന്നതിന് വരെ നമ്മൾ പറഞ്ഞു വെച്ചത് എന്താണ്? വളഞ്ഞ കാലുള്ള കുറുപ്പിന്റെ കുട കാണുന്നില്ല. അർത്ഥത്തില് മൊത്തത്തിൽ മിസ്റ്റേക്ക് വന്നുപോയി. ഇതുപോലെ വരുന്ന മറ്റൊരു ദോഷമാണ് പദദോഷം. അക്ഷരത്തെറ്റുള്ളതോ അല്ലെങ്കിൽ അർത്ഥചേർച്ച ഇല്ലാത്തതോ ആയ പദം പ്രയോഗിക്കുന്നതാണ് പദദോഷം എന്ന് പറയുന്നത്. നോക്കൂ, അവരെ ഹാർദവമായി സ്വാഗതം ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാർദവം അങ്ങനെ ഒരു വാക്കില്ല. പകരം എന്താ പറയേണ്ടത്? അവരെ ഹാർദമായി സ്വാഗതം ചെയ്തു. ഹാർദവം എന്നൊരു വാക്കില്ല, ഹാർദം എന്നാണ് പറയുന്നത്. അവരെ ഹാർദമായി സ്വാഗതം ചെയ്തു. ഇത്തരത്തില് അക്ഷരത്തെറ്റുള്ളതോ സ്വരചേർച്ചയില്ലാത്തതോ ആയ പദങ്ങൾ പ്രയോഗിക്കുന്നതിനെയാണ് പദദോഷം എന്ന് പറയുന്നത്. മറ്റൊന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ദോഷമാണ് സമുച്ചയ ദോഷം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്തപ്പോ, കൂട്ടിച്ചേർത്തപ്പോ വന്ന പ്രശ്നങ്ങൾ. മിക്കവാറും നമ്മള് ഇപ്പോ എയും ബിയും അവിടെ എന്നുള്ളൊരു ഘടകം ഉപയോഗിച്ചാണ് മിക്കവാറും നമ്മൾ ഒന്നോ രണ്ടോ വാക്കുകളെ യോജിപ്പിക്കാറുള്ളത്, അല്ലെ? അതിന് വരുന്ന എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നോക്കൂ. ഒരു എക്സാമ്പിൾ എന്താണ് നോക്കൂ. സഹപാഠികളെ കാണുന്നതിനും സംസാരിക്കുകയും ചെയ്യാം. സഹപാഠികളെ കാണുന്നതിനും സംസാരിക്കുകയും ചെയ്യാം. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? കറക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരേണ്ടത്? സഹപാഠികളെ കാണുകയും സംസാരിക്കുകയും ചെയ്യാം. ഇവിടെ എന്താ വന്നത്? കാണുന്നതിനും എന്നുള്ളതിന് പകരം എന്താ ഉപയോഗിച്ചത്? കാണുകയും. കണ്ടോ? അവിടെ എന്നുള്ള പ്രയോഗത്തിൽ വന്ന മിസ്റ്റേക്കാണ് ഈ സെന്റൻസിനെ മിസ്റ്റേക്ക് ഉള്ളതാക്കി മാറ്റിയത്. അപ്പൊ പദദോഷവും സമുച്ചയദോഷവും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്തത് ഗതിയുടെ പ്രയോഗം കൂടി നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. കാരണം ഈ ഗതിയുടെ പ്രയോഗം എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വരുത്തുന്ന ചില മിസ്റ്റേക്കുകളാണ്. നോക്കൂട്ടാ. കൂടി, ഒരു, തന്നെ, കൊണ്ട്, ഇത്തരം ശബ്ദങ്ങൾ ആവശ്യമില്ലാണ്ട് സെന്റൻസിൽ കുത്തിക്കെട്ടുന്ന രീതിനെയാണ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഏതൊക്കെയാണ് വാക്കുകൾ? കൂടി, ഒരു, തന്നെ, കൊണ്ട്. എക്സാമ്പിൾ നോക്കൂ. പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം. പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം. അവിടെ കൂടിയുടെ ആവശ്യമുണ്ടോ? ശരിക്കും പാടുന്നത് അവൾക്ക് കേൾക്കാന്ന് പറഞ്ഞാൽ പോരെ?
പാടുന്നത് അവൾക്കും കേൾക്കാം. അത്രയും പറഞ്ഞാൽ മതി. അവിടെ കൂടി എന്നുള്ളതിന്റെ ആവശ്യമില്ല. അടുത്ത നോക്കൂ. സ്നേഹിതനാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഫലമില്ല. സ്നേഹിതനാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഫലമില്ല. അതിന് ഇവിടെ തന്നെ എന്നുള്ള സാധനത്തിന്റെ ആവശ്യമില്ല. സ്നേഹിതനാണെന്ന് പറഞ്ഞത് കൊണ്ട് ഫലമില്ല എന്ന് പറഞ്ഞാൽ പോരെ. ഇത്തരത്തിൽ തന്നെ, കൂടെ, ഒരു, ഇത്തരത്തിലുള്ള കൊണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആവശ്യമില്ല ഇല്ലാത്തടത്ത് കുത്തിക്കയറ്റുന്നത് എന്തായിട്ട് മാറും? മിസ്റ്റേക്ക് ആയിട്ട് മാറും. ഇനി മറ്റൊന്ന് നോക്കൂ. എന്തെന്നാൽ, എന്നാൽ, പക്ഷേ, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങള് ആവശ്യമില്ലാണ്ട് വാക്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും എന്തായിട്ട് മാറും? മിസ്റ്റേക്ക് ആയിട്ട് മാറും. എക്സാമ്പിൾ നോക്കൂ. ഞങ്ങൾക്കെല്ലാം സിനിമ ഇഷ്ടമായി, എന്നാൽ കിഷോറിന് മാത്രം ഇഷ്ടമായില്ല. ഇതിന് നമ്മള് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്നാൽ എന്നൊരു സാധനം വന്നിട്ടുണ്ട് അല്ലെ. ഈ സാധനത്തിന് ആവശ്യമുണ്ടാവും. ഞങ്ങൾക്കെല്ലാം സിനിമ ഇഷ്ടമായി, കിഷോറിന് മാത്രം ഇഷ്ടമായില്ല. ഇത്രയും പറഞ്ഞാൽ പോരെ. എന്നാൽ എന്നുള്ളതോടെ കുത്തിക്കേറ്റ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അതെന്തായിട്ട് മാറി? ഒരു മിസ്റ്റേക്ക് ആയിട്ട് മാറി. അടുത്ത് നോക്കൂ. ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതി, പക്ഷേ അവസാനത്തേത് മാത്രം പൂർത്തിയാക്കിയില്ല. ഓക്കെ. ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതി, പക്ഷെ അവസാനത്തേത് മാത്രം പൂർത്തിയാക്കിയില്ല. ഇവിടെ ഈ പക്ഷയുടെ ആവശ്യം ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷയുടെ ആവശ്യം ഉണ്ടാവും. ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതി, അവസാനത്തേത് മാത്രം പൂർത്തിയാക്കിയില്ല. ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതി, അവസാനത്തേത് മാത്രം പൂർത്തിയാക്കിയില്ല. അവിടെ ഈ പക്ഷയുടെ ആവശ്യമില്ല. ആവശ്യമില്ലാതെ തന്നെ മീനിങ് കംപ്ലീറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു മിസ്റ്റേക്ക് ആയിട്ട് മാറി. അടുത്ത നോക്കൂ. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കാണികൾ ക്ഷമയോടെ കേട്ടിരുന്നു, എന്നിട്ട് അതിനുശേഷം ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. ഇവിടെ ഈ എന്നിട്ടിന്റെ ആവശ്യമുണ്ടോ? മുഖ്യമന്ത്രിയുടെ പ്രസംഗം കാണികൾ ക്ഷമയോടെ കേട്ടിരുന്നു, അതിനുശേഷം ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. അത്രയും പോരെ? മീനിങ് ഫുൾ അല്ലേ? അപ്പൊ അവിടെ എന്നിട്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഇനി ഇതുപോലെ മറ്റൊന്ന് നമുക്ക് നോക്കാം. സംഖ്യാശബ്ദം വിശേഷണമായി വന്നു കഴിഞ്ഞാൽ അചേതനങ്ങൾക്ക് ബഹുവചനം ആവശ്യമില്ല. എന്താ നോക്കാം. അചേതനം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കളാണ്. അപ്പൊ സംഖ്യ ശബ്ദങ്ങൾ വിശേഷണമായിട്ട് വരുമ്പോ അവിടെ ബഹുവചനം ഉപയോഗിക്കേണ്ട. നോക്കൂ. എനിക്ക് 5 പുസ്തകങ്ങൾ വേണം. ഇവിടെ 5 എന്നുള്ളത് ഒരു വിശേഷണമാണ്. ഇവിടെ പുസ്തകങ്ങൾ എന്ന് പറയണ്ട. പകരം എന്ത് വന്നാൽ മതി? 5 പുസ്തകം വേണം. അത്രയും പറഞ്ഞാൽ മതി. പറഞ്ഞത് ക്ലിയർ ആണോ? അവിടെ സംഖ്യാശബ്ദം വന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ പ്ലൂരൽ ആയിട്ട് പറയേണ്ടതില്ല. പുസ്തകങ്ങൾ എന്ന് പറയണ്ട. പകരം എന്ത് പറഞ്ഞാൽ മതി? പുസ്തകം എന്ന് പറഞ്ഞാൽ മതി. അടുത്ത നോക്കൂ. എത്ര വേഗമാണ് 10 വർഷങ്ങൾ കടന്നുപോയത്. തെറ്റല്ലേ? 10 എന്നുള്ളതൊരു ആശയം വന്നു, ഒരു വർഷക്കണക്ക് വന്നു, അല്ലെങ്കിൽ നമ്പർ വന്നു. അതിനുശേഷം വർഷങ്ങൾ എന്ന് പറയില്ല. എന്തേ പറയുള്ളൂ? വർഷം എന്നേ പറയുള്ളൂ. എത്ര വേഗമാണ് 10 വർഷം കടന്നുപോയത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് സാധാരണഗതിയിൽ നമ്മൾ മലയാളത്തിലെ സെന്റൻസുകളിൽ കാണുന്ന മിസ്റ്റേക്കുകൾ. പറഞ്ഞത് ക്ലിയർ ആണോ? ഇതുവരെയുള്ള പോർഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വർക്ക്ഔട്ട് ചെയ്യാം. എല്ലാവരും ഇതുവരെയുള്ള സെക്ഷൻ ഒന്ന് വായിക്കുക. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് വേഗം കിടക്കാം.
ഇവിടെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. 4 മക്കൾ കറക്റ്റ് അല്ലേ? മക്കൾ പ്ലൂരലാണ്. 4 മക്കൾ എന്ന് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മള് ഇപ്പോ 4 മകൻ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ജെൻഡർ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ പ്ലൂറൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നത് കേട്ടോ. മക്കൾ എന്ന് പറയുന്നത് ആണാണോ പെണ്ണാണോ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. മാത്രല്ല നമ്മൾ ഇവിടെ പറഞ്ഞത് അചേതനമായ വസ്തുക്കളുടെ കാര്യമാണ്. അചേതനം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കൾ. ജീവനില്ലാത്ത സാധനങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ഈ സംഖ്യകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ ഉപയോഗിക്കരുത് എന്നുള്ള നിയമം ബാധകമാവുന്നുള്ളൂ. മക്കൾ എന്നുള്ളത് ജീവനുള്ളതാണല്ലോ, അപ്പൊ മക്കൾ എന്ന് പറയുന്നത് തെറ്റില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജീവനുള്ളതിന് പ്ലൂറൽ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ജീവനില്ലാത്തതിനാണ് പ്ലൂറല് പ്രശ്നം വരുന്നത്. 1-2 എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം നമുക്ക്. മന്ത്രിമാർ ആഴ്ചയിൽ ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും തലസ്ഥാനത്തുണ്ടായിരിക്കണമെന്ന് തീരുമാനിച്ചു. ഇതിലെന്താണ് മിസ്റ്റേക്ക് എന്നൊന്ന് പറഞ്ഞേ. മന്ത്രിമാർ ആഴ്ചയിൽ ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും തലസ്ഥാനത്തുണ്ടായിരിക്കണമെന്ന് തീരുമാനിച്ചു. എന്താണ് മിസ്റ്റേക്ക്? മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? എന്താ മിസ്റ്റേക്ക്? ഇവിടെ നോക്കൂ, മന്ത്രിമാർ എന്നുള്ളതിന്റെ പൊസിഷനാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. ഒന്നാമത്തെ മിസ്റ്റേക്ക്. ആഴ്ചയിൽ ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും മന്ത്രിമാർ തലസ്ഥാനത്ത് ഉണ്ടായിരിക്കണമെന്ന് തീരുമാനിച്ചു. മന്ത്രിമാര് തലസ്ഥാനത്ത് ഉണ്ടായിരിക്കണം, അതാണ് പറയാൻ ഉദ്ദേശിച്ച ആശയം. അതിനു പകരം മന്ത്രിമാർ ആഴ്ചയിൽ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് മാറിപ്പോയി. അതാണ് അതിന്റെ മിസ്റ്റേക്ക് വന്നത്. ക്ലിയർ ആണോ? അടുത്ത നോക്കൂ, അധ്യാപകൻ നന്നായി പഠിച്ചതിന് കുട്ടികൾക്ക് സമ്മാനം നൽകി. ഇവിടെയും എന്താണ് മിസ്റ്റേക്ക്? പൊസിഷൻ തന്നെയാണ് വ്യത്യാസം അല്ലെ? വെക്കേണ്ട സ്ഥലം മാറിപ്പോയി. ആ മിസ്റ്റേക്ക് ഇവിടെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അധ്യാപകൻ നന്നായി പഠിച്ചതിന് കുട്ടികൾക്ക് സമ്മാനം കൊടുത്തു എന്നാണ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ഉപയോഗിക്കേണ്ട അധ്യാപകൻ എവിടെയാണ്? സബ്ജക്റ്റ് വരേണ്ട ഓർഡർ മാറിപ്പോയി. നോക്കൂ, നന്നായി പഠിച്ചതിന് അധ്യാപകൻ കുട്ടികൾക്ക് സമ്മാനം നൽകി, അതാണ് കറക്റ്റായ ഓർഡർ. ഓർഡറിൽ വന്ന മിസ്റ്റേക്ക് ആണ് ഇവിടുത്തെ പ്രശ്നം. അടുത്ത എക്സാമ്പിൾ നോക്കൂ, ഉദാരമതികളായ നാട്ടുകാരോടുള്ള കൃതജ്ഞത നന്ദിപൂർവം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതിന്റെ മിസ്റ്റേക്ക് എന്താ? കൃതജ്ഞത തന്നെ നന്ദി എന്നുള്ളത്. അതന്നെ, കൃതജ്ഞതയും നന്ദിയും രണ്ടും ഒരേ മീനിങ് ആണ് അല്ലെ? അപ്പൊ അതിലേതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാൽ പോരെ. അപ്പൊ നമുക്ക് ഒന്നുകിൽ എങ്ങനെ പറയാം? ഉദാരമതികളായ നാട്ടുകാരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഉദാരമതികളായ നാട്ടുകാരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു എന്ന് പറയാം. അടുത്ത നോക്കൂ, ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ മാത്യുവിന് വെച്ചുകൊടുത്തു. ഇവിടെ എവിടെയാ മിസ്റ്റേക്ക്? സ്ഥാനം മാറിപ്പോയി. ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ മാത്യുവിന് വെച്ചുകൊടുത്തു. ഇതിലെ ഭാര്യയുടെ എന്നുള്ള സബ്ജക്റ്റിന്റെ ഓർഡർ മാറിപ്പോയി. നോക്കി, മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചുകൊടുത്തു, അതാണ് കറക്റ്റ് ഓർഡർ. അടുത്ത നോക്കൂ,
തൊഴിൽ ലഭിച്ചവരിൽ 100% നിരാശരാണ്. എന്താണ് അതിന്റെ മിസ്റ്റേക്ക്? മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റിയോ? എന്തായിരുന്നു മിസ്റ്റേക്ക്? ശതമാനം എന്ന് പറഞ്ഞാൽ 100 ആ 100% നമ്മൾ പറയില്ല. എന്തുകൊണ്ടാ? നമ്മൾ ശതമാനം എന്ന് പറയുന്നത് തന്നെ എന്താണ്? 100 മാക്സിമം ഉള്ളൂ. അപ്പൊ ഈ 100% എന്ന് പറയുന്നതാണ് തെറ്റ്. പകരം എന്ത് പറഞ്ഞാൽ മതി? തൊഴിൽ ലഭിച്ചവരിൽ 90% നിരാശരാണ്. ഈ 100-90 അങ്ങനെയുള്ള കണക്ക് നമ്മൾ എങ്ങനെ പറയാം? 100 പേരിൽ 90 പേരും നിരാശരാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാൻ തെറ്റില്ല. ശതമാനം പറയുമ്പോൾ 100 എന്നെടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം ശതമാനം 100-ലാണെന്ന് നമുക്ക് അറിവുണ്ടാവണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. വേറെ ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു. വേറെയുടെ ആവശ്യമില്ല. അവിടെ വേറെ എന്നുള്ളതിന്റെ ആവശ്യമില്ല. ഗത്യന്തരമില്ലാതെ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ്? ഗതി കെട്ടിട്ടാണ്, അല്ലെ? ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അടുത്ത് നോക്കൂ. വയോധികരായ വൃദ്ധജനങ്ങളെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. വയോധികർ തന്നെയാണ് വൃദ്ധജനങ്ങൾ. വയോധികർ തന്നെയാണ് വൃദ്ധജനങ്ങളും. ഇപ്പൊ 2 തവണ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പകരം നമുക്ക് എന്ത് പറയാം? വൃദ്ധജനങ്ങളെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. അടുത്ത നോക്കൂ. അയാൾക്ക് ആകാശ കാഴ്ചകൾ സദാ എപ്പോഴും അവിശ്വസനീയമായി തോന്നിയിരുന്നു. സദാ അല്ലെങ്കിൽ എപ്പോഴും ഏതിലെണ്ണം മതി? സദാ എന്ന് പറയുന്നതും എപ്പോഴും എന്ന് പറയുന്നതും ഒരേ മീനിങ് ആണ്. അതുകൊണ്ട് 2 തവണ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഒന്നുകിൽ എന്ത് പറയാം? അയാൾക്ക് ആകാശ കാഴ്ചകൾ എപ്പോഴും അവിശ്വസനീയമായി തോന്നിയിരുന്നു. അല്ലെങ്കിൽ എന്ത് പറയാം? അയാൾക്ക് ആകാശ കാഴ്ചകൾ സദാ അവിശ്വസനീയമായി തോന്നിയിരുന്നു. അടുത്ത നോക്കൂ. നമ്മുടെ ക്ഷണനം സ്വീകരിച്ചെത്തിയ വിശിഷ്ടാതിഥി. ക്ഷണനം അങ്ങനെ വാക്കുണ്ടോ? ക്ഷണനം തെറ്റാണ്. ക്ഷണം എന്ന് മതി. അവിടെ വാക്കിൽ ഉപയോഗിച്ചതിലുള്ള മിസ്റ്റേക്ക് ആണ്, അല്ലെ? അപ്പൊ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ടാതിഥി എന്ന് പറഞ്ഞാൽ മതി. ഇനി അടുത്ത നോക്കൂ. അവൻ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചു. അതിന്റെ മിസ്റ്റേക്ക് എന്താ? ചുറ്റും അമ്പലത്തിന് ചുറ്റുമാണ് പ്രദക്ഷിണം വെക്കാന്ന് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അല്ലാണ്ട് ആരും അമ്പലത്തിന്റെ മറ്റേ ചുറ്റമ്പലത്തില് ആണ് പ്രദക്ഷിണം വെക്കുക എന്നുള്ളതിന് പകരം അല്ലാണ്ട് ആരും ശ്രീകോവിലിന് അകത്ത് കയറാറില്ല, അല്ലെ? അകത്ത് കയറി പ്രദക്ഷിണം വെക്കുന്ന പതിവില്ലല്ലോ നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾറെഡി മനസ്സിലായ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റൻസിൽ മിസ്റ്റേക്ക് ആയിട്ട് വരും. അതിന് നമ്മൾ എങ്ങനെ തിരുത്തി? അവൻ അമ്പലത്തിൽ അല്ലെങ്കിൽ അമ്പലത്തിന് പ്രദക്ഷിണം വെച്ചു, അത്രയും പറഞ്ഞാൽ മതി. മീനിങ് ഫുൾ ആണ്. അടുത്ത് നോക്കൂ. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും സർവത്ര അഴിമതിയാണ്. ഇതിനെന്താ കുഴപ്പം? എല്ലായിടത്തും സർവത്ര എല്ലായിടത്തും എന്ന് പറയുന്നതും സർവത്ര എന്ന് പറയുന്നതും ഏകദേശം ഒരേ മീനിങ് ആണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ഒഴിവാക്കാം. നമ്മുടെ നാട്ടിൽ സർവത്ര അഴിമതിയാണെന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അഴിമതിയാണെന്ന് പറയാം. ഏതെങ്കിലും ഒരെണ്ണം മതി, 2 അടുപ്പിച്ച് വേണ്ട. അടുത്ത നോക്കൂ. ഓരോ ആളുകളും അവരവരുടെ സ്ഥാനത്തിരിക്കണം. ഓരോ ആളുകളും എന്ന് വെച്ചാ
മീനിങ് അവരുടെയും വരുന്നത് ഓരോ അർത്ഥാണ്. അപ്പൊ ഇവിടെ ഏതെങ്കിലും നോക്കിയേ, ഓരോ ആളുകളും എന്ന് പറയണ്ട, ഓരോ ആളും അവരവരുടെ സ്ഥാനത്തിരിക്കണം എന്ന് പറഞ്ഞാൽ മീനിങ് ഫുൾ ആയില്ലേ? ഇവിടെ ഓരോ എന്നുള്ള പ്രയോഗം എന്താണ്? ഒരു സിംഗിൾ വ്യക്തിനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഓരോ ആളുകളും എന്ന് പറയണ്ട, ഓരോ ആളും എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ ആണോ? അടുത്ത് നോക്കൂ, ഇത് ലീവ് ലെറ്റർ ഒക്കെ എഴുതുന്നവർക്ക് സ്ഥിരം പറ്റുന്ന മിസ്റ്റേക്ക് ആണ്. എന്റെ മകൾ ഇന്നലെ ക്ലാസ്സിൽ ഹാജരാവാതിരുന്നതിന്റെ കാരണം പനിയായതുകൊണ്ടാണ്. ഇത് മിസ്റ്റേക്ക് എന്താ? എന്റെ മകൾ ഇന്നലെ ക്ലാസ്സിൽ ഹാജരാവാതിരുന്നത് പനിയായതുകൊണ്ടാണ്. വേണം അതിന്റെ ആ, ഇവിടെ ഈ കാരണം. കാരണം എന്നുള്ളത് വേണ്ട അല്ലെ? ആ, അപ്പോ ഹാജരാവാതിരുന്നതിന്റെ കാരണം എന്നുള്ളതിന് പകരം ഹാജരാവാതിരുന്നത് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ കാരണം എന്നുള്ളത് ആവശ്യമില്ല. ഇനി അടുത്ത് നോക്കൂ, ഗ്രാമവാസികളും ആബാലവൃദ്ധ ജനങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. ഇതിലെന്താ മിസ്റ്റേക്ക്? ഗ്രാമവാസികളും ആബാലവൃദ്ധ ജനങ്ങളും. ഈ ആബാലവൃദ്ധ ജനങ്ങൾ തന്നെയല്ലേ ഗ്രാമവാസികള് അല്ലേ? അപ്പൊ പിന്നെ ഗ്രാമവാസികൾ സെപ്പറേറ്റ് എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. പകരം നമുക്ക് എന്ത് എഴുതാം? ആബാലവൃദ്ധം ജനങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. ഒറ്റയടിക്ക് പറഞ്ഞാൽ തന്നെ മീനിങ് ഫുൾ ആണ്. അടുത്ത് നോക്കൂ, അതിനേക്കാൾ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല. അതിനേക്കാൾ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല. ഇവിടെ കവിഞ്ഞയുടെ ആവശ്യമുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ അത് റിമൂവ് ചെയ്ത് നോക്കൂ, അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല. ഇതുവരെയുള്ള എക്സാമ്പിൾസ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ എന്ന്. എന്നിട്ട് നമുക്ക് കുറച്ച് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഞാനിപ്പോ തരാം. ഇതുവരെ ഉള്ളത് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞോളൂ. വായിച്ചെത്തിയിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ്. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടി നമുക്ക് നോക്കിയാലോ? അടുത്ത എക്സാമ്പിൾ നോക്കാം. വെള്ളപ്പൊക്കത്തിനിരയായവരെ വീണ്ടും പുനരധിവസിപ്പിക്കണം. വീണ്ടും വേണ്ട. ഇവിടെ വീണ്ടും എന്നുള്ളതിന്റെ ആവശ്യമില്ല. പുനരധിവസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വീണ്ടും അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുക എന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ ഇതിനെ കറക്റ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? വെള്ളപ്പൊക്കത്തിനിരയായവരെ പുനരധിവസിപ്പിക്കണം. അത്രയും പോരെ? അടുത്ത് നോക്കൂ, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി.
കൂടുതൽ വേണ്ട, ഏറ്റവും ആരാധിക്കുന്നു എന്ന് പറഞ്ഞു. ആ, കൂടുതൽ വേണ്ട. കാരണം എന്താ, ഏറ്റവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, കൂടുതൽ എന്നാണ് അർത്ഥം. കറക്റ്റ് അല്ലേ? ഞാൻ എങ്ങനെ കറക്റ്റ് ചെയ്തു? ഞാൻ ഏറ്റവും ആരാധിക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി എന്നാക്കി മാറ്റിയാൽ മതി. അടുത്ത് നോക്കൂ, ഇവിടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും വിൽക്കപ്പെടുന്നു. മിസ്റ്റേക്ക് എന്താ? സാധനങ്ങളും വേണ്ട, സാധനം. ആ, എല്ലാ സാധനങ്ങളും എന്നുള്ളതിന് പകരം എന്ത് ഉപയോഗിച്ചാൽ മതി? സാധനവും എന്ന് ഉപയോഗിച്ചാൽ മതി അല്ലെ? അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. അപ്പൊ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ ഏകദേശം എല്ലാവർക്കും എങ്ങനെയാണ് സെന്റൻസസ് കൺസ്ട്രക്ട് ചെയ്യണ്ടേ, എന്താണ് അതിന്റെ മിസ്റ്റേക്ക് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോ ഇവിടെ എല്ലാത്തിന്റെയും കൂടെ കറക്റ്റ് ആൻസർ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ എക്സാമ്പിൾസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി അങ്ങോട്ട് തരുന്നത് മൊത്തം അങ്ങനെ അല്ലാത്തതായിരിക്കും കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് നോക്കട്ടെ. ലോകം മുഴുവൻ ഗാന്ധിജിയെ സത്യവാദി എന്നറിയപ്പെടുന്നു. എന്റെ മിസ്റ്റേക്ക് എന്താ? ലോകം മുഴുവൻ ഗാന്ധിജിയെ സത്യവാദി എന്നറിയപ്പെടുന്നു. എന്താ കുഴപ്പം? മുഴുവൻ വേണ്ട, ലോകം മതി. ആ, അല്ല, ലോകം മുഴുവൻ ഗാന്ധിജിയെ സത്യവാദി ഗാന്ധിജിയെ എന്നറിയപ്പെടുന്നു. വേണ്ടല്ലോ, ഗാന്ധിജി അല്ലേ? ഗാന്ധിജി ഓൾറെഡി സത്യവാദിയാണല്ലോ. ഗാന്ധിജി സത്യവാദിയാണെന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ അപ്പൊ വീണ്ടും വേണ്ട. ആ, എന്നുള്ളത് വേണ്ട, അത് റിമൂവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ആൻസറിലേക്ക് എത്തും. ഇനി അതുപോലെ അടുത്തൊന്ന് നോക്കിയേ. അടുത്ത എക്സാമ്പിൾ, സുഖവും അതിനേക്കാൾ ഉപരി ദുഃഖവും ചേർന്നതാണ് ജീവിതം. അവിടെ ഉപരിയുടെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഒന്നുകിൽ സുഖവും ദുഃഖവും ചേർന്നതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എന്ത് പറയാം, സുഖവും അതിനേക്കാൾ ദുഃഖവും ചേർന്നതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ മതി. എന്തിന്റെ ആവശ്യമില്ല? ഉപരി എന്നുള്ളതിന്റെ ആവശ്യമില്ല. അടുത്ത് നോക്കൂ, എല്ലാ വെള്ളിയാഴ്ചയും പതിവായി പ്രാർത്ഥനയുണ്ട്. എന്റെ മിസ്റ്റേക്ക് എന്താ? പതിവായും വേണ്ട, പതിവായും. ആ, പതിവായി എന്നുള്ളത് വേണ്ട, എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞാൽ പോരെ അല്ലേ? അടുത്ത് നോക്കൂ, ഞാൻ ഈ വായിക്കാം കേട്ടോ, മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞാൽ മതി. ഞാൻ അവിടെ പോകാമെന്നും അവനെ കാണാമെന്നും പറഞ്ഞു. കേട്ടാ? ഞാൻ അവിടെ പോകാമെന്നും കാണാമെന്നും വേണ്ട, കാണാൻ. ഞാൻ അവിടെ പോകാമെന്നും അവനെയും കാണാമെന്ന് പറഞ്ഞു. പോകാമെന്നും ടൈപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വായിക്കുന്നത് കുറച്ചുകൂടി ക്ലിയർ ആവും തോന്നുന്നു. മിസ്റ്റേക്ക് എന്താ? അവനെയും വേണ്ട, ഞാൻ അവിടെ വേണ്ട. പോകാമെന്നും ആ, അവനെ കാണാമെന്നും പറഞ്ഞു. ആ, ഓക്കെ, കറക്റ്റ് ആണ്. ഞാൻ അവിടെ പോകാമെന്നും അവനെ കാണാമെന്നും പറഞ്ഞു. അപ്പൊ അതിന്റെ റൈറ്റ് ആൻസർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അടുത്ത എക്സാമ്പിൾ പറയട്ടെ. അടുത്ത എക്സാമ്പിള്, കുട്ടികൾക്ക് 10 മുതൽ 15 രൂപ വരെ കൂലിയുണ്ട്. കുട്ടികൾക്ക് 10 മുതൽ 15 രൂപ വരെ കൂലിയുണ്ട്. രൂപ വരെയും വേണ്ട, രൂപ. നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ? സോറി. ആ, ഇതിന്റെ മിസ്റ്റേക്ക് എന്താ?
രൂപ വേണ്ട 15 വരെ കൂലിയുണ്ട് പറയും. രൂപ ഉറപ്പിച്ച് പറ, ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പിക്ക്. കുട്ടികൾക്ക് 10 മുതൽ 15 രൂപ വരെ വേണ്ട. വരെ വേണ്ട. വരെ വരെ വേണം. വേണ്ട. വരെ വേണ്ട. വരെ ഓക്കെ. വേണ്ട. മുതൽ രൂപ 15 വരെ കൂലിയുണ്ട്. രൂപ കൂലിയുണ്ട്. 10 മുതൽ 15 രൂപ കൂലിയുണ്ട്. 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 വരയുടെ ആവശ്യം നമുക്ക് ഇല്ല. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. 1-2 എക്സാമ്പിൾ കൂടി ഞാൻ തരാം. യോഗം തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രി എത്തിയത്. മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ? ശേഷം വേണ്ട. യോഗം തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രി എത്തിയത്. അവിടെ ശേഷം വേണ്ട. അപ്പൊ എങ്ങനെ കറക്റ്റ് ചെയ്ത സെന്റൻസ് പറഞ്ഞോളൂ. യോഗം തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞതിന് യോഗം തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞാണ് മന്ത്രി എത്തിയത്. മന്ത്രി എത്തിയത്. ഓക്കെ. യോഗം തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞാണ് മന്ത്രി എത്തിയത്. മന്ത്രി എത്തിയത്. കറക്റ്റ് അല്ലേ നിങ്ങൾക്ക് പറഞ്ഞത്? ഇതന്നല്ലോ ഉദ്ദേശിച്ചേ. അടുത്ത് നോക്കാം. ഓരോ പാഠങ്ങളും ശ്രദ്ധാപൂർവം പഠിക്കണം. ഓരോ പാഠങ്ങളും ശ്രദ്ധാപൂർവം പഠിക്കണം. ഓരോ പാഠവും ശ്രദ്ധാപൂർവം പഠിക്കണം. പാഠങ്ങളും എന്നുള്ളത് നമുക്ക് ആവശ്യമില്ല. കറക്റ്റ് അല്ലേ? ഞാൻ കറക്റ്റ് ചെയ്തത് ആഡ് ചെയ്യാം. അടുത്ത ചോദ്യം കേട്ടോളൂ. സമ്മേളനത്തിൽ ഏകദേശം 10,000-ഓളം പേർ പങ്കെടുത്തു. തോളം വേണ്ട. കറക്റ്റ് ചെയ്ത് പറഞ്ഞു. സമ്മേളനത്തിൽ ഏകദേശം 10,000 പേർ പങ്കെടുത്തു. ഏകദേശം വേണ്ട. ഏകദേശം 10,000 പേർ പങ്കെടുത്തു. അല്ലെങ്കിൽ എന്ത് പറയാം? സമ്മേളനത്തിൽ 10,000-ഓളം പേർ പങ്കെടുത്തു. ഉത്തരം ശരിയാണ്. അടുത്തത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, നോക്കിക്കോളൂ. ഞാൻ സാധാരണ 9 മണിക്ക് സ്കൂളിൽ പോകുകയാണ് പതിവ്. സാധാരണയും പതിവും ഒരു സെയിമാ. സാധാരണയും പതിവും സെയിം ആണ്. അത് കറക്റ്റ് ചെയ്തോളൂ. ഞാൻ സാധാരണ 9 മണിക്ക് സ്കൂളിൽ പോകുന്നു. ഞാൻ 9 മണിക്ക് ഞാൻ സ്കൂളിൽ സാധാരണ പോകുകയാണ് 9 മണിക്കാണ് സ്കൂളിൽ പോകാറ്. അങ്ങനെയും പറയാം. ഞാൻ അല്ലെങ്കിൽ 9 മണിക്ക് സ്കൂളിൽ പോവുകയാണ് പതിവ്. പതിവ് അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. അടുത്ത് നോക്കിക്കോ. തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കി കറക്റ്റ് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. കൃഷി രീതികൾ ആധുനികവൽക്കരിക്കേണ്ടതുണ്ട്. അല്ല, ആധുനികവൽക്കരിക്കേണ്ടതാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രത്യക്ഷത്തിൽ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. കൃഷി രീതികൾ ആധുനികവൽക്കരിക്കണം. ആധുനികവൽക്കരിക്കണം എന്ന് പറയണോ ആധുനീകരിക്കണം എന്ന് പറഞ്ഞാൽ മതിയോ? അവിടെ ആധുനികവൽക്കരിക്കുക എന്നതിന് പകരം ആധുനീകരിക്കുക എന്നുള്ളതാണ് കറക്റ്റായ വാക്ക്. ഓക്കെ, അതാണ് അതിന്റെ മിസ്റ്റേക്ക് കേട്ടോ. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കൂ. ഇതിന്റെ മിസ്റ്റേക്ക് എന്താ? നീ വരികയും പണം കൊടുക്കുകയും വേണം. പണം കൊടുത്തയക്കുകയും വേണം. ഒന്നുകിൽ ഇങ്ങനെയായിരിക്കും, നീ വരികയും പണം കൊടുത്തയക്കുകയും വേണം. അങ്ങനെ എഴുതിയാൽ മിസ്റ്റേക്ക് ഉണ്ട്. നീ വരാണെങ്കിൽ പണം വേറെ ആളെയിൽ കൊടുത്തോണ്ട ആവശ്യമുണ്ടാവും ഇല്ല. അപ്പോൾ പകരം എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ നീ വരാം, അല്ലെങ്കിൽ പണം കൊടുത്തയക്കാം. ഏതെങ്കിലും ഒന്ന് ചെയ്യാം. ആ അർത്ഥത്തിൽ നമുക്ക് എന്ത് പറയാം? നീ വരികയോ പണം കൊടുത്തയക്കുകയോ വേണം. ഓക്കെ ആണോ?
അടുത്ത എക്സാമ്പിൾ നോക്കാം. അന്തരിച്ച നേതാവിന് പ്രമാണം അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. പ്രണാമം എന്നാണ് പ്രമാണല്ല. പ്രണാമമാണ്, പ്രമാണല്ല. രണ്ടാണ് അല്ലേ? ആ അപ്പൊ കറക്റ്റ് ചെയ്ത് എങ്ങനെ വായിക്കാം? അന്തരിച്ച നേതാവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. ഓക്കെ ആണല്ലോ? ആ അടുത്ത എക്സാമ്പിൾ നോക്കിക്കോ. മദ്യം തൊടുകയോ രുചിക്കുകയോ അരുത്. മദ്യം മദ്യം തൊടുകയോ രുചിക്കുകയോ അരുത്. ആ, മദ്യം തൊടുകയോ രുചിക്കുകയോ അരുത്. ഏകദേശ ധാരണയായാലോ എങ്ങനെയാണ് സെന്റൻസസ് കറക്റ്റ് ആയിട്ട് എടുക്കാന്ന്? ഇത്തരത്തിലുള്ള സിമ്പിൾ സാധനങ്ങളാണ് നമുക്ക് PSCക്ക് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ അത് വായിച്ചിട്ട് എവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇന്ന് നമ്മള് ആകെ പഠിച്ചത് എന്ത് മാത്രമേ ഉള്ളൂ? വാക്യ ശുദ്ധി മാത്രമേ ഉള്ളൂ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് പദശുദ്ധി ഉണ്ട്. പദശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പദവും അതിന്റെ അർത്ഥം ക്ലിയർ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒപ്പം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് 1-2 പദശുദ്ധികൾ കണ്ടാലോ? ഞാൻ ഈ PDF തന്നെ ആഡ് ചെയ്ത് തരാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും കടന്നു വരാറുള്ള സ്ഥിരം കണ്ടു വരാറുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്ന് പറയണേ. കിഴക്കേ കോട്ട, ഇതിനെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? കോട്ടയ്ക്ക് ഒരു കായാണോ 2 കായാണോ വരുന്നത്? 2 കാ വേണ്ട. 2 കാ ശരിക്കും വേണം. പക്ഷെ ഇപ്പൊ തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ കിഴക്കേ കോട്ട എന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ അതിന് 1 കായ എഴുതാറുള്ളൂ. അതാണ് അതിലെ മിസ്റ്റേക്ക്. അടുത്ത് നോക്കൂ, ഹൈക്കമാൻഡ്. അതിൽ മിസ്റ്റേക്ക് 2 കാ വേണ്ട. 2 കാ. ഇരട്ടി വരുന്നതിന് പകരം ഒറ്റ ഒരെണ്ണേ വന്നിട്ടുള്ളൂ. അടുത്ത് പറഞ്ഞോ, അന്വേഷണ കമ്മീഷൻ. ഇതിന് മിസ്റ്റേക്ക് എന്താ? രണ്ടാമത്തെ അന്വേഷണ 2 കാ വേണ്ട. ഇവിടെ സ്പേസും വേണ്ട, ഒറ്റ വാക്കായിട്ട് എഴുതുകയും ചെയ്യാം. മത്സ്യത്തൊഴിലാളി, ഇതിലെന്താ മിസ്റ്റേക്ക്? 2 താ വേണം. മത്സ്യ തൊഴിലാളി, ഇത് ഇരട്ടിച്ചാണ് കൊടുക്കേണ്ടത്. ഇതുപോലത്തെ കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കിയാലോ? പെട്ടെന്ന് നോക്കി തീരാവുന്നതേ ഉള്ളൂ. സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ വിചാരിക്കുന്നു. ഓണച്ചന്ത, ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഉണ്ടോ? 2 നാ വരും. 2 നാ വേണ്ട. സാധാരണഗതിയിൽ ഇതിന് നമ്മൾ എഴുതാ ഓണച്ചന്ത, ഇങ്ങനെയാണ് എഴുതാ. ഇവിടെ ച എന്നുള്ളത് ശരിക്കും എന്ത് വരണം? ഇരട്ടിച്ചു വരുന്നതാണ് കറക്റ്റ്. അപ്പൊ ഞാൻ ആദ്യം തന്ന വാക്കായിട്ടുള്ള ഓണച്ചന്തയാണ് കറക്റ്റ് കേട്ടോ. അടുത്ത് നോക്കൂ, കൈത്തൊഴിൽ. 2 താ വേണം. കൈത്തൊഴിൽ 2 താ വേണം. തൊഴിൽ എന്നുള്ളതിന് 2 താ വേണം. നെല്ലിപ്പലക, 2 പാ വേണം. ഇരട്ടിപ്പ് കൊടുക്കണം അല്ലെ? അടുത്തത് അതിനു വേണ്ടി. അതിനു വേണ്ടി ഇതിനു വേണ്ടി ന് എന്നല്ല വേണ്ടത്, അതിനു വേണ്ടി എന്നാണ് വേണ്ടത്.
അന്ന് വരെ. ഊകാര ചിഹ്നം വേണം. അന്നു ആ അന്നു, അവിടെ അന്നു എന്നാക്കണം. എന്ത് വേണം? ഊകാര ചിഹ്നം വേണം. എന്ത് എന്ത് വേണം? ഊകാരം ആഡ് ചെയ്യുമ്പോ എന്തു എന്നാക്കണം. ഇതൊക്കെ എളുപ്പമാണ് അല്ലേ? പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിനു ഉള്ള. അതിനുള്ള ഊ വേണ്ട. ആ അവിടെ അതിന് ഉള്ള എന്നാക്കി മാറ്റണം. വകുപ്പ് മന്ത്രി. പൂ ചിഹ്നം വകുപ്പു. വകുപ്പു എന്നാണ് പറയേണ്ടത്. വകുപ്പു മന്ത്രി, വകുപ്പ് മന്ത്രി എന്നല്ല. അഞ്ജനം. ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ജായും ഞായും കൂടി ആ ആ ഇതാണ് അഞ്ജനത്തിന്റെ സ്പെല്ലിങ്. ജായല്ല സ്പെല്ലിങ്. ഓക്കെ. അഞ്ജലി. അതും അതേപോലെ തന്നെ. സെയിം തന്നെ, ഞായും ജായും ചേർന്നിട്ടുള്ള അഞ്ജലി. ഇതാണ് വരേണ്ടത്. അടുത്ത് നോക്കൂ, അങ്കജൻ. പിന്നെ ഗ. ആ ഗജൻ. അപ്പൊ അങ്ക ഇരട്ടിപ്പ് വേണ്ട. അംഗവൈകല്യം. അതും അങ്ങനെ അംഗ എന്നാണ് വരേണ്ടത് അല്ലെ? അംഗവൈകല്യം. അംഗവൈകല്യം എന്നല്ല വേണ്ടത്. ഇതുപോലെ ഒന്ന് രണ്ടെണ്ണം കൂടി നോക്കാം. അപ്പോഴേക്കും നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം. നോക്കിക്കോ, അംഗഗ്വേദം. അതിന്റെ ശരിക്കുള്ള പദപ്രയോഗം എങ്ങനെയാണ്? അംഗഛേദം എന്നാണ്. ഓക്കെ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തില് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. തൊട്ട് താഴെ നോക്കൂ, അപരാധി. അപരാധിക്ക് എന്താ മിസ്റ്റേക്ക്? ആക്കി പകരം എന്താ വേണ്ടത്? ധനത്തിന്റെ ദായാണ് വരേണ്ടത്. ഇനി അപേക്ഷകൻ. അപേക്ക് ഷ അതാണ് വരേണ്ടത് അല്ലെ? ഇരട്ടിച്ചുള്ള അല്ലെങ്കിൽ വലിയ ഷായാണ് വരേണ്ടത്. അടുത്തത് അങ്കുശി. അംഗു എന്നല്ല വരേണ്ടത്, പകരം എന്താ വരേണ്ടത്? അങ്കുശി, ഇരട്ടിപ്പാണ് വരേണ്ടത്. അങ്കുലി. ആ നമ്മള് അപ്പുറത്ത് ചരിക്കുമ്പോ ഇപ്പുറത്ത് ഇരിക്കും, ഇപ്പുറത്ത് ചരിക്കുമ്പോ അപ്പുറത്ത് ഇരിക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലെ? അതിഥി. ഇതിനെന്താ കുഴപ്പം? അതിഥി. അതിഥിയുടെ ഈ ദയുടെ ദാ മാറ്റിയിട്ട് ഏത് ദായാണ് വരേണ്ടത്? അതിന് തൊട്ട് മുമ്പ്. ആ അതിമാസം. ഇതിനെന്താ കുഴപ്പം? ധനത്തിന്റെ അതിമാസം. ഇതാണ് മിസ്റ്റേക്ക്. ഇനിയുണ്ടോ? ഇനിയുണ്ടല്ലോ. അനകൻ. ആ മേഘത്തിന്റെ കായാണ് അനകൻ എന്നുള്ള വാക്കിന്റെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത്. അനുഗ്രഹം. അനുഗ്രഹം. അപ്പൊ അനുഗ്രഹീതൻ ആന്റണി എന്നൊരു സിനിമയുടെ പേരിലെ ടൈറ്റിൽ വരെ അനുഗ്രഹം എന്നാണ് കിടക്കണേ. അപ്പൊ അത് മിസ്റ്റേക്ക് ഉണ്ട്. അടുത്ത് നോക്കിക്കോളൂ, അനുമോദം. അതിന് മിസ്റ്റേക്ക് എന്താ? താ മാറ്റി ദയയുടെ ദായാക്കണം. അനുമോദം. അനുവാദം. അനുവാദം എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ലേറ്റ് ചെയ്യാന്നാണ് അർത്ഥം. അനുവാദം. താ എന്നുള്ളത് മാറ്റി ദയയുടെ ദായാക്കണം. അതാത്. അതത്. ഇവിടെ താ എന്നുള്ളത് വേണ്ട. അധിപതി. അതിലെ താ മാറ്റി എന്താക്കണം? ധനത്തിന്റെ ദായാക്കി മാറ്റണം. അതിരഥൻ. ഇവിടെ ധനത്തിന്റെ ദാ മാറ്റിയിട്ട് എന്താക്കണം?
മറ്റേതാ അതിന് തൊട്ട് മുമ്പുള്ളതാക്കണം. അതിരഥൻ എന്നുള്ളത് മാറ്റിയിട്ട് ധനത്തിൻ്റെതാക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ സ്ഥിരമായിട്ട് നമുക്ക് സ്ഥിരം ക്ലീഷേ പോലെ PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ നോക്കി പോകേണ്ടതുണ്ട്. അത്യാവശ്യം അല്ലെ, ഇതല്ലേ കറക്റ്റ് വാക്യം? അത്യാവശ്യം എന്നല്ലല്ലോ വേണ്ടത്, ശ്യം എന്ന് തന്നെ വേണ്ടേ? അതിവൃഷ്ടി, വൃഷ്ടിയുടെ ഏത് പ്രശ്നം? അല്ലെ, അതിവൃഷ്ടി. അധിഷ്ഠിതം, ഇതിനെന്താ കുഴപ്പം? മാറ്റണം. താ മാറ്റി മാറ്റിട്ട് ദായാക്കണം. അത്യുജ്വലം, മാറ്റണം. അത്യുജ്വലം ഇതാണ് ഉദ്ദേശിച്ചത്. അത്യുജ്വലം അല്ല, അത്യുജ്വലം. ഓക്കെ, ഇതുപോലെ കുറച്ചധികം വാക്കുകൾ ഞാൻ PDF ആഡ് ചെയ്ത് തരാം. നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ ഇത് കുറച്ചധികം പേജുകൾ ഉണ്ട്. അപ്പൊ ഒന്ന് വായിച്ച് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഏകദേശം വാക്യശുദ്ധിയും പദശുദ്ധിയും നമ്മൾ മീറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതുവരെയുള്ള പോർഷൻസ് ഒന്ന് വായിക്കുക. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന പോർഷൻസ് ആണ് ഇത് രണ്ടെണ്ണം കേട്ടോ. ഓക്കെ, നമ്മൾ തെറ്റിക്കാനും ചാൻസ് കൂടുതലാണിത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വായിച്ചു നിർത്തുക കേട്ടോ. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല, ഓക്കെയാണ്. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.